പിണറായി വിജയനും എം.വി. ഗോവിന്ദൻ മാഷും ബിനോയ് വിശ്വവും തമ്മിൽ തുറന്ന പോരിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആകപ്പാടെ 35 സീറ്റാണുള്ളത്. 140 മണ്ഡലങ്ങളുള്ള 140 നിയമസഭാ സാമാജികർ ഉള്ള കേരളത്തിൽ 140 35 സീറ്റ് മാത്രമേ LDFിനുള്ളൂ. അതിൽ തന്നെ 25 സീറ്റ് മാത്രമേ CPMനുള്ളൂ. ബാക്കി 10 സീറ്റ് പ്രതിപക്ഷ 2 കക്ഷികൾക്കായിട്ട് പോയി. ഒന്ന് CPI പിന്നെ ഒന്ന് RJD. ഈ ശ്രേയാംസ് കുമാറിൻ്റെ പാർട്ടി പ്രവീണും ജയിച്ചിട്ടുണ്ട് കൂത്തുപറമ്പിൽ. എന്തായാലും പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലി വലിയ തർക്കമാണ് CPIയിലും CPMിലുള്ളത്. അതുകൊണ്ട് അവരുടെ പാർലമെന്ററി പാർട്ടി പോലും കൂടിയിട്ടില്ല. സാധാരണ അധികാരത്തിൽ വന്നാൽ ഇപ്പോൾ KPCCയെ സംബന്ധിച്ചിടത്തോളം അവർ പാർലമെന്ററി പാർട്ടി കൂടി ആദ്യം മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തു, പാർലമെന്ററി പാർട്ടി ലീഡറായിട്ട് സതീശനെ തിരഞ്ഞെടുത്തു. അത് കഴിഞ്ഞ് ഇന്നലെ KPCCയുടെ ഭാരവാഹികളും 102 MLA-മാരിൽ UDFിൻ്റെ കോൺഗ്രസിൻ്റെ MLA-മാരുടെ മീറ്റിംഗ് കൂടി. വളരെ തകൃതിയായി ഭരണപക്ഷത്ത് കാര്യങ്ങൾ നടക്കുമ്പോൾ പ്രതിപക്ഷത്ത് പാർലമെന്ററി പാർട്ടി യോഗം പോലും ചേരാൻ കഴിയാതെ വലിയ രൂപത്തിലേക്ക് പോവുകയാണ്. അത് പുതിയ തലത്തിൽ മാറുകയാണ്. പാർലമെന്ററി പാർട്ടി തീരുമാനം കഴിയുന്നില്ല. ഈ മാസം 19-ന് ബഡ്ജറ്റ് അവതരിപ്പിക്കാനിരിക്കെ നിയമസഭയിൽ തന്നെ ഇത് പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. തങ്ങൾക്ക് അർഹതമായതാണ് പ്രതിപക്ഷ ഉപനേതൃത്വ സ്ഥാനം. അത് ലഭിച്ചേ പറ്റൂ. വേറെ ഒരു കോംപ്രമൈസ് ഇല്ല. ദർ ഇസ് നോ ആൾട്ടർനേറ്റീവ്, ദർ ഇസ് നോ കോംപ്രമൈസ്. ഇതാണ് ബിനോയ് വിശ്വത്തിന്റെ നിലപാട്. മുന്നണി ബന്ധം അവസാനിപ്പിക്കുന്ന നിലയിലുള്ള അഭിപ്രായങ്ങൾ വരെ പാർട്ടിക്കടുത്ത് വന്നിട്ടുണ്ട്. ഇനി CPMന്റെ കൂടെ നിൽക്കേണ്ട കാര്യമില്ല. കോൺഗ്രസിന്റെ കൂടെ നിന്ന് ഇന്ത്യ മുന്നണിയെ ബലപ്പെടുത്തുന്നതാണ് നല്ലത്. അല്ലാതെ കേരളത്തിൽ ഇനി CPMന്റെ കൂടെ നിന്ന് ബഹളമുണ്ടാക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. അങ്ങനെ വന്നാൽ അത് കോൺഗ്രസിന്റെ പുറത്തുനിന്ന് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന UDFിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരുമോ? വരും ദിവസങ്ങളിൽ പ്രതിപക്ഷ ഐക്യത്തെ എങ്ങനെ ബാധിക്കുമെന്നതും നിർണായകമാണ്. CPMും CPIയും ഒരുമിച്ച് പോകണമെന്നാണ് ആഗ്രഹമെന്നാണ് CPM സെക്രട്ടറി M.V. ഗോവിന്ദൻ പ്രതികരിക്കുന്നുവെങ്കിലും പ്രശ്ന പരിഹാരത്തിന് നീക്കങ്ങൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഉപനേതൃത്വ സ്ഥാനം വിട്ടുകൊടുക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് CPM നിലവിൽ നിൽക്കുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്ത് കസേരയിലിരിക്കുന്ന KN ബാലഗോപാലാണ് ഇപ്പോൾ ഉള്ളത്. അതിനടുത്താണ് CPI കക്ഷി നേതാവ് രാജന്റെ ഇരിപ്പിടം. പുതിയ MLA-മാർ തെരഞ്ഞെടുക്കപ്പെട്ടാൽ ചേരേണ്ട LDF പാർലമെന്ററി പാർട്ടി യോഗം ഇതുവരെ ചേർന്നിട്ടില്ല. ചേർന്നാൽ ഈ വഴക്ക് നടക്കും എന്നുള്ളത് കൊണ്ടാണ്. അത് ചേരാനാകുമെന്ന ധാരണയും ഇരു പാർട്ടികളിലുമില്ല. പ്രതിപക്ഷ നേതാവ് CPIയിലെ മുതിർന്ന MLA-മാരുമായി ആശയവിനിമയം നടത്തിയാണ് ഇപ്പോൾ അടിയന്തര പ്രമേയത്തിനുള്ള കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ പ്രതിപക്ഷ ഉപനേതൃത്വ അല്ലെങ്കിൽ ഉപനേതൃ പദവിക്ക് വേണ്ടി CPI വാശി പിടിക്കുകയാണ് എന്ന ആക്ഷേപമാണ് LDF ഘടകകക്ഷികൾക്കുള്ളത്. എന്നാൽ എക്കാലവും CPM തന്നെ കയ്യിൽ വച്ചാൽ മതിയോ എന്ന ചോദ്യമാണ് CPIയുടേത്. ചർച്ചകളിൽ CPM ചതിച്ചെന്ന അഭിപ്രായമാണ് CPIക്കുള്ളത്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളോടല്ല CPM സെക്രട്ടറിയോടാണ് ഈ ആവശ്യം ഉന്നയിച്ചതെന്നും CPI വൃത്തങ്ങൾ പറയുന്നു. CPI നേതൃത്വം ഈ വിഷയം മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തതിലും CPMന് അതൃപ്തിയുണ്ട്. അപ്പോൾ വലിയ സംഘർഷത്തിലേക്കാണ് പോകുന്നത്. ഈ സംഘർഷത്തിൽ CPI UDFിലേക്ക് പോകുമോ എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യ മുന്നണിയിലേക്ക് നിന്നുകൊണ്ട് UDFിനെ ശക്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് CPI മാറുമോ എന്നുള്ള ഒരു ചോദ്യം പുറത്തു നിന്നുകൊണ്ട് CPI കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുമോ എന്നൊരു ചോദ്യമുണ്ട്. എന്തായാലും അടിച്ചു പിരിയാനാണ് എല്ലാ സാധ്യതയുമുള്ളത്. UDFിലേക്ക് പോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഒരു കാലഘട്ടത്തിൽ അച്യുതമേനോനും K. കരുണാകരനും ഒക്കെ ഒന്നിച്ച് ഇവിടെ ഭരിച്ചിരുന്നതാണ്. അച്യുതമേനോൻ മുഖ്യമന്ത്രിയും K. കരുണാകരൻ ആഭ്യന്തരമന്ത്രിയൊക്കെ ആയിരുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ ഒന്നിച്ച് നിൽക്കുന്നതിലൊന്നും ഒരു കഥയുമില്ല. അങ്ങനെ കോൺഗ്രസുമായുള്ള ഒന്നിക്കുന്നതിൻ്റെ ഘടകങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ദേശീയതയെന്നും സാർവദേശീയത എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പാർട്ടി തന്നെ രണ്ടായത്. കോൺഗ്രസിനോടുള്ള സമീപനവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ദേശീയ ജനാധിപത്യമാണ് വേണ്ടതെന്നും സാർവദേശീയ ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വളരെ വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നതിൻ്റെ പേരിലാണ് രണ്ട് പാർട്ടി തന്നെ ഉണ്ടായത്. EMSന്റെ നേതൃത്വത്തിൽ 10-32 പേര് ഇറങ്ങിപ്പോകാനുള്ള കാരണവും അതാണ്. അതായത് ഇത് ദേശീയ ജനാധിപത്യം എന്ന് പറയുന്നതല്ല, തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറയുന്ന വേറൊരു തരത്തിലേക്കുള്ള ജനകീയ ജനാധിപത്യമാണ് വേണ്ടതെന്നുള്ള രീതിയിലുള്ള ഒരു ചർച്ചയും ദേശീയ ജനാധിപത്യം വേണമെന്നുള്ള ചർച്ചയും നടന്നു. കൃത്യമായ ആശയപരമായ കാര്യങ്ങൾക്കാണ് CPMും CPIയും രണ്ടായത്. പക്ഷെ അത് ആ കാലഘട്ടം വേറെയായിരുന്നു. MV രാഘവൻ പാർട്ടിയിൽ നിന്ന് പുറത്താകുന്നതും ആശയപരമാണ്. പക്ഷെ ഇപ്പോൾ ആമാശയപരമാണ്, പദവികൾക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്. CPIയും ഒട്ടും മോശമല്ല, വളരെ കൃത്യമായി അവർക്ക് സ്ഥാനം കിട്ടിയേ പറ്റൂ എന്ന് പറയുന്നു. നിയമസഭയുടെ
ഉപകക്ഷി നേതാവായിട്ട് നേതൃസ്ഥാനത്തേക്ക് ഡെപ്യൂട്ടി ലീഡറായിട്ട് രാജനെ വയ്ക്കണം എന്നുള്ള കർശനമായ നിർദ്ദേശത്തിലും നിർബന്ധത്തിലും വാശിയിലുമാണ് CPI നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് എങ്ങനെ വരും എന്ന് നമുക്കറിയില്ല. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ UDFിലേക്ക് CPI മാറിയാലും അത്ഭുതമില്ല. അങ്ങനെ വന്നാൽ ഉടനെ ഇപ്പോൾ മന്ത്രിസ്ഥാനം കൊടുക്കാൻ സാധ്യതയില്ല. കാരണം മന്ത്രിമാരെല്ലാം ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് മന്ത്രിസ്ഥാനം കൊടുക്കാൻ സാധ്യതയില്ല. എന്നാൽ മറ്റു സ്ഥാനം ചിലപ്പോൾ പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയും കാണേണ്ടതാണ്. അങ്ങനെ വന്നാൽ CPM എന്ന് പറയുന്ന പാർട്ടി ഒറ്റപ്പെടുകയും പിന്നെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുപോലുള്ള ഒരു കേരളം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. UDFും BJPയുമായി നിൽക്കുന്ന ഒരു കേരളം രൂപപ്പെട്ടാലും അത്ഭുതമില്ല. അപ്പോഴും CPMന് MLA-മാരൊക്കെ കാണും. പക്ഷേ അതൊരു ന്യൂനപക്ഷമായി മാറും. ഇന്നുള്ള 25 സീറ്റ് തന്നെ കിട്ടിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. എന്തായാലും കേരള രാഷ്ട്രീയം വളരെ ഗൗരവതരമായ പ്രതിസന്ധികളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ പ്രതിസന്ധി നേരിടുന്നത് ഇടതുപക്ഷത്തിലാണ്. അവിടെ സ്ഥാനാർത്ഥികൾ ഈ നേതൃത്വത്തെ സംബന്ധിച്ച് വലിയ തർക്കം നടക്കുകയാണ്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായത് തന്നെ CPMനകത്ത് വലിയ കലാപം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം CPIക്ക് കൊടുത്താൽ ഈ നേതൃത്വ സ്ഥാനം CPIക്ക് കൊടുത്താലും കലാപം ഉണ്ടാവും CPMനകത്ത്. കാരണം എന്തിന് കൊടുത്തു, 9 സീറ്റ് മാത്രമുള്ളവർക്ക് 25 സീറ്റുള്ളവർ എന്തിന് കൊടുത്തു എന്നുള്ള കലാപം നടക്കും. എങ്ങനെയായാലും മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കൈച്ചിട്ട് ഇറക്കാനും വയ്യ എന്നുള്ള രീതിയിൽ വളരെ വലിയ പ്രതിസന്ധിയിലാണ്, രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് LDF ചെന്നുപെട്ടിരിക്കുന്നത്.